ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ സെഷൻ അതിൽ പങ്കെടുത്ത ആളുകളിൽ നിന്നുള്ള പ്രതികരണം, അതിൽ നടന്ന സംഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ ചർച്ചയുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഇന്നത്തെ സെഷൻ അതിനായി മാത്രം മാറ്റിവെക്കുകയാണ്. ഇത് വളരെ ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ. സോ ദ പേർപ്പസ് ഓഫ് ദ കോഴ്സ്, നമ്മുടെ കോഴ്സിൻ്റെ ഉദ്ദേശം എന്താണ്? നാം എന്ത് ചെയ്താലും അതിനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ. ഉദ്ദേശം അനുസരിച്ചാണ് അതിൻ്റെ പോഷകങ്ങൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് നിശ്ചയിക്കപ്പെടുന്നത്. നമ്മുടെ ഈ കോഴ്സിന് 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ആത്മീയതയും മനഃശാസ്ത്രവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഇടം ഏതാണ് എന്ന് അല്പം ഒന്ന് പരിചയപ്പെടുക, മനസ്സിലാക്കുക. 2, മനഃശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച്, ടൂൾസ് ഓഫ് തോട്ട് ഉപയോഗിച്ച് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ ആഴങ്ങളെ തിരിച്ചറിയുവാൻ, അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അതെപ്രകാരമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഈ 2 ലക്ഷ്യമാണ് പൊതുവായി ഈ കോഴ്സിനെ നയിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട്, വാട്ട് ഈസ് എ മീറ്റിംഗ് പോയിന്റ് ബിറ്റ്വീൻ സൈക്കോളജി ആൻഡ് സ്പിരിച്വാലിറ്റി? ആത്മീയതയും മനഃശാസ്ത്രവും തമ്മിൽ കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? അത് വളരെ വളരെ ലളിതമാണ്, പക്ഷെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മനുഷ്യൻ്റെ ആന്തരിക അവസ്ഥയെ മനസ്സിലാക്കുന്ന പരിശ്രമത്തിലാണ് മനഃശാസ്ത്രവും ആത്മീയതയും കൂട്ടിമുട്ടുന്നത്. അവിടെ മുഖാമുഖം സംഭവിക്കുന്നത്. Psychology and spirituality come face to face with each other in this attempt to understand the inner condition of human beings. നമുക്കറിയാം, ശാസ്ത്രമാണെങ്കിലും, ഭൗതിക ശാസ്ത്രം, ഫിസിക്കൽ സയൻസ് ആണെങ്കിലും, സാമൂഹ്യ ശാസ്ത്രം, സോഷ്യൽ സയൻസ് ആണെങ്കിലും ബാഹ്യലോകത്തെ ആണ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഫിസിക്കൽ സയൻസസ്. മനുഷ്യൻ്റെ ആന്തരിക അവസ്ഥ അറിഞ്ഞാൽ മാത്രമേ അവൻ്റെ വിടുതലിന് പ്രയോജനപ്പെടുന്ന, അവൻ്റെ ഉദ്ധാരണത്തിന് പ്രയോജനപ്പെടുന്ന അറിവുകൾ പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് മനഃശാസ്ത്രവും, ആധുനിക മനഃശാസ്ത്രവും, പ്രത്യേകിച്ച് സൈക്യാട്രി മനഃശാസ്ത്രവും ആത്മീയതയും ഒന്നുപോലെ ആശ്രയിക്കുന്ന പ്രമാണം. ഈ ഒരു വെളിച്ചത്തിൽ നാം യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകളെ പരിശോധിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ, യേശുവിൻ്റെ പഠിപ്പീരുകളുടെ പ്രധാനപ്പെട്ട ഊന്നൽ, ബാഹ്യമായതിൽ നിന്ന് ആന്തരികമായതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് തന്നെയാണ്. ജീസസ് ഷിഫ്റ്റഡ് ദ ഫോക്കസ് ഫ്രം ദ എക്സ്റ്റേണൽ വേൾഡ് ടു ദ ഇന്നർ വേൾഡ്. ഇത് 4 സുവിശേഷങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. പക്ഷേ അത് വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ഇരിക്കുന്നതിൻ്റെ കാര്യം, മതപരമായ പരിശീലനം കൊണ്ടും നിരന്തരമായ അനുഭവങ്ങൾ കൊണ്ടും ആത്മീയത പോലും ബാഹ്യതയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയിൽ നാം അകപ്പെട്ടു പോയത് കൊണ്ടാണ്. മതങ്ങളുടെ, പ്രത്യേകിച്ച് സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതങ്ങളുടെ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലിജിയൻസ്, അവയുടെ പൊതുവായ സ്വഭാവം എന്താണ്? എല്ലാം ബാഹ്യതയിൽ ഒതുക്കി നിർത്തുക. ടേൺ എവറിത്തിങ് ഇൻ ടു ആൻ അപ്പിയറൻസ്. അങ്ങനെ വരുമ്പോൾ ആന്തരികമായ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ആവശ്യമോ കടമയോ തിരിച്ചറിയാത്തത് കൊണ്ട് അതിന് ഉതകുന്ന ഒരു കഴിവുകളും വളർത്തിയെടുക്കുവാൻ വ്യവസ്ഥാപിത മത സംവിധാനങ്ങൾക്ക് സാധ്യമല്ല. മനുഷ്യന്റെ ആന്തരികമായ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് വ്യവസ്ഥാപിത മതത്തിൽ മാത്രം ഊന്നി നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുകയില്ല.
the ability to discern the inner state. സുവിശേഷങ്ങൾ പലയിടത്തും യേശു ആളുകൾ അവരുടെ ഉള്ളിൽ ചിന്തിക്കുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട്, അന്ന് മറ്റും മത നേതാക്കന്മാരിൽ ആരിലും അപ്രകാരമുള്ളൊരു കഴിവുള്ളതായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നില്ല. അപ്പം അത് വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വ്യതിയാനമാണ്, ഒരു മാറ്റമാണ് നാം മനസ്സിലാക്കുന്നത്. മതം എപ്പോഴും കൂടുതൽ ബാഹ്യമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ആചാരാനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളുടേതായ രീതികൾ, ഓരോരോ സഭാ വിഭാഗങ്ങൾക്കും അതിൻ്റെതായ പുരോഹിത വസ്ത്രങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ബാഹ്യമായ ഘടകങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈ സീറോ മലബാർ സഭയിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ പുരോഹിതൻ പടിഞ്ഞാറ് തിരിയണമോ കിഴക്കോട്ട് തിരിയണമോ എന്ന ഈ വലിയ പോരാട്ടം. അതിപ്പോഴും ക്രമസമാധാനത്തിന് പോലും തലവേദനയായിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം മതത്തിൻ്റെ സ്വഭാവം ഇത് തന്നെയാണ്. ബാഹ്യമായതിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുകയും ആന്തരികമായ അവസ്ഥയെ കാണാൻ കഴിയാതെ വണ്ണം കണ്ണടഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ ഒരു ദുരവസ്ഥ യേശു തിരിച്ചറിയുകയും ഈ അവസ്ഥയിൽ മനുഷ്യർക്ക്, വ്യക്തികൾക്ക് വിടുതൽ പ്രാപിപ്പാൻ യാതൊരു സാധ്യതയും പ്രത്യാശയും സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് മതത്തിനാകമാനം സമൂലമായ ഒരു പരിവർത്തനം കൊണ്ടുവരുന്നതിന്, വിപ്ലവാത്മകമായ പരിവർത്തനം കൊണ്ടുവരുന്നതിന് യേശു ശ്രമിച്ചത്. ഒരു പ്രസിദ്ധ ജർമ്മൻ ചിന്തകനായിരുന്ന കാൾ യാസ്പേഴ്സ്, YASPERS, കാൾ യാസ്പേഴ്സ്, KAR, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ലോക ചരിത്രത്തിന്, മനുഷ്യരാശിക്ക് ആകമാനമായി യേശു നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ, ബാഹ്യതയിൽ നിന്ന് ആന്തരികതയിലോട്ട് മനുഷ്യന്റെ ശ്രദ്ധയെ ഒന്ന് റീഓറിയന്റ് ചെയ്തു എന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാഹ്യതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു വന്ന അവസാനം എന്ത് സംഭവിക്കുന്നു എന്ന മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അന്നത്തെ പുരോഹിതവർഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു പറയുന്നത്, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാണ് എന്ന് പറഞ്ഞാൽ, ഈ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ വെച്ചാൽ അതിൻ്റെ അവസാനത്തെ ഫലം ഇപ്രകാരമായിരിക്കും: ആന്തരികമായി ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. ബാഹ്യതയ്ക്ക് പെയിന്റ് അടിച്ച് മൂടി പിടിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ മനുഷ്യർക്ക് പ്രയോജനം വരുന്ന ഒന്നും ഇങ്ങനെയുള്ള ഒരു സമീപനത്തിൽ നിന്നോ സംവിധാനത്തിൽ നിന്നോ പ്രതീക്ഷിക്കാൻ യാതൊരു ന്യായവുമില്ല എന്നാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. അത് അർഹിക്കുന്ന ഗാംഭീര്യത്തിൽ മനസ്സിലാക്കാൻ നാം കൂട്ടാക്കുന്നില്ല. അത് തന്നെ ഒന്ന് തിരിച്ചറിയുവാൻ ഈ കോഴ്സ് നമുക്ക് വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു വ്യതിയാനം വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നും അനിവാര്യമാണ് എന്നും യേശു ധരിക്കുവാൻ കാരണമായത്? യേശുവിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ കൃത്യമായി യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ മനുഷ്യർക്ക് വിടുതൽ നൽകുവാനായിട്ടാണ് താൻ വന്നത് എന്ന് പറയുന്നുണ്ട്. ദരിദ്രരോട് സുവിശേഷം പറയാനും കുരുടന്മാരുടെ കാഴ്ച കൊടുക്കാനും ബദ്ധിതരെ, അടിമകളെ വിടുവിപ്പാനുമാണ്. മനുഷ്യർക്ക് വിടുതൽ നൽകുക, അവരെ ലിബറേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് സാധിക്കുന്നത്? മനുഷ്യർക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ, അവരുടെ ജീവിതത്തിൽ അത് അർത്ഥവത്തായി തീരണമെങ്കിൽ, അവരുടെ അനുഭവങ്ങളിൽ അത് തെളിഞ്ഞു നിൽക്കണമെങ്കിൽ അവർക്ക് ആന്തരികമായ വിടുതൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരണം. There must be a change in human nature. അതാണ് ആന്തരികമായ വിടുതൽ എന്ന് നാം പറയുന്നത്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ വിടുതൽ എന്നത് ബാഹ്യമായ അവസ്ഥകളിൽ വരുന്ന മാറ്റമാണ്. ഗാന്ധിയും അംബേദ്കറും ഒന്നുപോലെ പറഞ്ഞ കാര്യം, പൊളിറ്റിക്കൽ ഫ്രീഡം
remains incomplete without all other forms of freedom. Other freedom of opportunity, economic freedom, social freedom, religious freedom. എല്ലാറ്റിനും ഉപരിയായി നാം ആത്മീയമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആന്തരികമായ ഫ്രീഡം, ഫ്രീഡം ഫ്രം അവർ ഓൺ നേച്ചർ. നാം നമ്മുടെ തന്നെ സ്വഭാവത്തിൻ്റെ അടിമകളാണ് എന്നതാണ് ആത്മീയത എപ്പോഴും നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരടിസ്ഥാന പ്രമാണം. അതിൽ മാറ്റമുണ്ടാകാതെ നമുക്ക് വിടുതലുണ്ടാകുകയില്ല. എന്ന് മാത്രവുമല്ല, ഇങ്ങനെയുള്ള അവസ്ഥകൾ, നമ്മുടെ ആന്തരികമായ അവസ്ഥ തിരിച്ചറിയാൻ നമുക്ക് ആവശ്യമുണ്ട് എങ്കിലും അതൊരിക്കലും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലാണ് നാം പിറന്ന നിമിഷം മുതൽ ഇന്ന് വരെയുമുള്ള ഭൗതികവും മതപരവുമായ താരിപ്പുകളിൽ കൂടെ, പരിശീലനം കൂടെ നമുക്ക് ലഭിച്ച അവസ്ഥ. ആന്തരികമായ സത്യം എന്ത് എന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ, ക്രമീകരണങ്ങൾ നന്നേ കുറവെന്ന് മാത്രമല്ല, അത് ഒട്ടുമുക്കാലും ഇല്ലാതെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ള് എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകൾ കൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. We become unable to recognize not only the problems lying latent within us, which create serious hindrances, but also we become ignorant, or we remain ignorant of the resources, the potentialities, the energies. ആ വാക്കാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഉപയോഗിച്ചത്, എനർജി. എനർജി എപ്പോഴും ആന്തരികമായിരിക്കും. അതുപോലെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം വൃഥായായി പോകും. നാം കതിരാകുന്നതിന് പകരം പതിരായി പോകും എന്നത് തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നാം എന്താണ് എന്ന് നമുക്കറിയാൻ വയ്യായെങ്കിൽ നമ്മുടെ സാധ്യതകളെ നാം എപ്രകാരമാണ് പ്രയോജനപ്പെടുത്തുവാൻ കരുതുന്നത്? യഥാർത്ഥത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഭൂമിയിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരെന്താണ് എന്നറിയാതെ കഴിഞ്ഞുകൂടുന്നവരാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഗലീല കടൽത്തീരത്ത് നടക്കുമ്പോൾ അവിടെ ശിമോൻ എന്നു പേരുള്ള മനുഷ്യനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും മീൻ പിടിച്ച വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു അവരെ കണ്ടിട്ട് അവരൊരിക്കലും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാതിരുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞിട്ട്, നിങ്ങൾ മീൻ പിടിച്ച് ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ മനുഷ്യരെ പിടിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ആ പ്രാപ്തി നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് വളർത്തിയെടുക്കത്തക്കോണം ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിത്തരാം, നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ഈ അവതരിപ്പിക്കുന്ന ആശയത്തോട് വളരെ വളരെ അടുത്ത് നിൽക്കുന്നതാണ്. നാം ആരും തന്നെ നമ്മുടെ ഉള്ളിലെ സാധ്യതകൾ വേണ്ടതുപോലെ സത്യസന്ധമായി തിരിച്ചറിയുന്നവരല്ല. ഇതൊരു വലിയ പ്രശ്നമല്ലയോ? നമ്മുടെ ജീവിതത്തെ പാഴാക്കി കളയുന്നൊരു മർമ്മമല്ലയോ? അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ അവസ്ഥ എന്ത് എന്ന് തിരിച്ചറിയുന്നത് ആത്മീയതയുടെ പരമപ്രധാനമായ ലക്ഷ്യമായി യേശു ക്രിസ്തു എപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുന്നത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് വളരെയധികം വിശദീകരിച്ച് പറയാൻ ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് വിശദീകരണം നൽകാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായി ധരിക്കണം എന്നതുകൊണ്ട് ഇത് നമ്മുടെ കോഴ്സിനെ, അതിൻ്റെ ഉള്ളടക്കത്തെ ആകമാനമായി അടക്കി ഭരിക്കുന്ന ഒരു പരിഗണനയായതിനാൽ ഇതിനെ വേണ്ടതുപോലെ കൃത്യമായി, സുതാര്യമായി, ക്ലിയറായി മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. യേശു തൻ്റെ പല ഉപമകളിൽ കൂടെ നാം ഇപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയ ആ ഒരു മാറ്റത്തെ, എ ഷിഫ്റ്റ് ഇൻ എംഫസിസ് ഫ്രം ദ എക്സ്റ്റേണൽ ടു ദ ഇന്റേണൽ, അതിനെ പലവിധമായ ഉപമകളിൽ കൂടെ യേശു അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഒന്ന്, യേശു ഒരു വ്യക്തിയുടെ അവസ്ഥയെ ഒരു ഗോതമ്പ് മണിയോട് ഉപമിക്കുന്ന കാര്യം നമുക്കറിയാം.
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ദൈവരാജ്യം ഒരു ഗോതമ്പ് മണിയോട് സദൃശമാണ്, ലൈക്ക് എ ഗ്രെയിൻ ഓഫ് വീറ്റ്. ആ ഗോതമ്പ് മണി വിതച്ചിട്ട് അത് അതിനോട് തന്നെ മരിച്ച് ഒരു പുതിയ അവസ്ഥ പ്രാപിച്ച് അത് ഒരു വലിയ കൊയ്ത്തിന് വഴിയൊരുക്കുന്നു. ഗോതമ്പ് മണിയും പതിരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം ആന്തരികമാണ്. ബാഹ്യമായി നോക്കിയാൽ രണ്ടും ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കും. പക്ഷെ ആന്തരികമായി നോക്കിയാൽ ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ്. ഒന്നിൻ്റെ ഉള്ളിൽ ഊർജമുണ്ട്, എനർജി ഉണ്ട്. അതിന് പോഷണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പോഷണം എനർജിയാണ്. നാം ആഹാരം കഴിച്ചാൽ അത് ദഹിച്ചാൽ അത് ഉള്ളിൽ എനർജി ആയിട്ട് മാറും, ഊർജമായിട്ട് മാറുമെന്ന് അറിയാൻ വയ്യാത്ത ആരും തന്നെ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഗോതമ്പ് മണിയുടെ ഉള്ളിൽ ഊർജമുണ്ട് എന്നത് വെളിപ്പെട്ട് വരേണ്ട ഒരാവശ്യമുണ്ട്. അങ്ങനെ വെളിപ്പെട്ട് വരുന്ന അവസ്ഥയുടെ പേരാണ് കൊയ്ത്ത് എന്നുള്ളത്. ആ കൊയ്ത്ത് ആത്മീയമായി ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിന് യേശു വേറൊരു അവസരത്തിൽ പറയുന്നത് ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആദ്യത്തെ 7 വാക്യങ്ങളിൽ നമുക്കറിയാം, യേശു നമ്മളിലും നാം അവരിലും വസിച്ചാൽ നാം അധിക ഫലം പുറപ്പെടുവിക്കും. അതെല്ലാം ഉള്ളിൻ്റെ അവസ്ഥയാണ്. മതത്തിൽ എപ്പോഴും എല്ലാം ബാഹ്യമായി എടുത്തു കാണിക്കുക, മനുഷ്യന്റെ ദൃഷ്ടി പിടിച്ചു പറ്റത്തക്കവണ്ണം എല്ലാം നാടകീയമാക്കുക, ഉള്ളിലെ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കത്തക്കവണ്ണം മതപരമായ അത്തീലകൾ കൊണ്ട് ഉടുപ്പ് പണിയുക, ഇങ്ങനെയുള്ള തത്രപ്പാട് കൊണ്ട് മനുഷ്യൻ അവൻ്റെ ആന്തരികമായ അവസ്ഥയിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട് ഏലിയനേറ്റ് ചെയ്യപ്പെട്ട് ഇങ്ങനെ നിഷ്ഫലമായി കഴിയുന്ന അവസ്ഥ വളരെ സങ്കടകരമാണ്. അതുകൊണ്ടാണ് യേശു ജനത്തെ നോക്കിയിട്ട് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞിരിക്കുന്നു, അവരുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന് പറയുമ്പോൾ അവർക്ക് അന്ന് മരത്തിൻ്റെ അളവുകോൽ വെച്ച് നോക്കിയാൽ വളരെ സമുന്നതമായ ശുശ്രൂഷകൾ ലഭിച്ചിരുന്നു. പുരോഹിത വർഗത്തിൻ്റെ എല്ലാവിധമായ ശുശ്രൂഷയും ലഭിച്ചിരുന്നു. പക്ഷേ എൻ്റെ പരിണിത ഫലം എന്താണ്? ജനം കൂടുതൽ കൂടുതൽ പതിരായിക്കൊണ്ടിരിക്കുകയാണ്. കതിരില്ലാതെ പതിരായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അന്നും ഇന്നും ഇത് തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരവസരമായി ഈ കോഴ്സിൻ്റെ ഉള്ളടക്കത്തെ നിങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ കൂടെ നമ്മൾ യഥാർത്ഥത്തിൽ പതിരല്ല, നമ്മൾ ഗോതമ്പ് മണി തന്നെയാണ്. എന്നാൽ അത് വിതയ്ക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മെ ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് നാം വെറും വ്യക്തികളായി വന്ന് ഒരു കുമിളയെ പോലെ അസ്തമിച്ചു പോകാനല്ല. നമ്മുടെ ജീവിതത്തിൽ കൂടെ ഒരു കൊയ്ത്തുണ്ടാകണം, ഒരു കൊയ്ത്തുണ്ടാകണം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ യഹോവ മെസൊപ്പൊട്ടേമിയയിലെ ഊരിൽ നിന്ന് വിളിക്കുമ്പോൾ അവന് നൽകുന്നൊരു ദർശനമുണ്ട്. എന്താണ്? നീ കണ്ടിട്ടില്ലാത്ത ദേശത്തേക്ക് നീ പോകുക. അങ്ങനെ നീ പോയാൽ നീയും നിന്റെ സന്തതികളും തലമുറകളും ദേശത്തിന് അനുഗ്രഹമായി തീരും എന്ന് പറയുന്നില്ലേ? വളരെ എന്നെ 40-50 വർഷങ്ങൾക്ക് മുൻപ് വളരെ എൻ്റെ ശ്രദ്ധയെ വളരെ പിടിച്ചു പറ്റിയ ഒരു പ്രസ്താവനയാണത്. ദേശത്തിന് അനുഗ്രഹമായി തക്കവണ്ണം വളരുവാനൊരു ദൈവ പൈതലിന് അവകാശമുണ്ട്, സാധ്യതയുണ്ട്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതിൻ്റെ പുതിയ നിയമത്തിലെ പുനരാവിഷ്കരണമാണ്. യേശു പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പൊ ഏത് തോതിൽ നാം നമ്മുടെ സാധ്യതയെ കാണണം എന്ന് യേശു സൂചിപ്പിക്കുകയാണ്. പക്ഷേ ആ വിധത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് ധൈര്യം പോലുമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപമാണ് എന്ന വിധത്തിലാണ് നമുക്ക് പരിശീലനം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ചിന്തിച്ചാൽ അഹങ്കാരിയാണ്, നഗളിയാണ് എന്നൊക്കെ പറഞ്ഞു കളയും. ഇല്ല, അത് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ കടമയാണ് എന്ന് തിരിച്ചറിയാൻ ഈ കോഴ്സിൽ കൂടെ നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം,
മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കടുകുമണിയുടെ ഉപമ. ആ കടുകുമണിയുടെ ഉള്ളിൽ ഊർജം ഉള്ളത് കൊണ്ടല്ലേ അത് വീണ് പൊട്ടിമുളച്ച് അതൊരു ചെടിയായി വളർന്ന് അതിശയോക്തി കലർത്തിയിട്ടാണെങ്കിലും യേശു പറയുന്നു, അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതി വരെയും പോകും, ആകാശത്തിലെ പറവുകൾ അതിൽ വന്ന് കൂടുവെക്കുമെന്ന് പറയുമ്പോൾ ഏത് തോതിലാണ് നാം നമ്മെ തന്നെ കാണേണ്ടത് എന്ന ഒരു വെല്ലുവിളി ആ എളിമയാർന്ന ഉപമയിൽ അടങ്ങിയിരിപ്പില്ലേ? ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? ഒരു കടുകുമണിയുടെ സാധ്യതയെ പറ്റിയാണ് യേശു സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ അത്ഭുതവഹമായി കുടിയിരുന്നിട്ടും സ്ഥിതി ചെയ്തിട്ടും നാം നമ്മെപ്പറ്റി ഏതെല്ലാം വിധത്തിലുള്ള നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള ധാരണകളാണ് വെച്ചു പുലർത്തുന്നത്. അതിലെന്തോ ഒരു എന്താണ് പറയുന്നത്, ഒരു perverse psychology ഉണ്ട്. There's a perverse psychology in the kind of useless self-degrading humility. അത് ഹ്യൂമിലിറ്റി അല്ല, അത് സെൽഫ് ഇൻസൾട്ട് ആണ്, സ്വയത്തെ അപമാനിക്കുന്ന പരിപാടിയാണ്. എനിക്കൊരു കഴിവുമില്ലേ, ഞാനൊരു കഴുതയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സൗമ്യതയാകുന്നത്? അത് സൗമ്യതയല്ല, അത് സ്വയത്തെ അപമാനിക്കുന്നതും ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടുമാണ്. നമ്മെ ഏൽപ്പിച്ച വ്യക്തിത്വത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് അതിൻ്റെ പൂർണ്ണത പ്രാപിച്ച് അത് ദൈവത്തിന് മടക്കി കൊടുക്കുന്ന അവസ്ഥയുടെ പേരാണ് ക്രിസ്തീയമായ മരണം എന്നുള്ളത്. അതാണ് യേശുവിൽ നാം കാണുന്നത്. കുരിശിൽ നിന്ന് യേശു പറഞ്ഞ അവസാനത്തെ പ്രസ്താവന എന്താണ്? പിതാവേ, എല്ലാം നിവൃത്തിയായി, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയണമെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള സാധ്യതകളുടെ പൂർണ്ണത മനുഷ്യരാശിയുടെ ആകമാനമായ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി അളവില്ലാതെ വാരിക്കോരി കൊടുത്ത ശേഷം, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ 100% പൂർത്തീകരിച്ച ശേഷം മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. മരണത്തിന്റെ മൂർച്ചയെ ജയിക്കണമെങ്കിൽ ജീവനോട് നാം നീതി പാലിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ അനേക വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെയുള്ള അറിവുകളെ മനസ്സിന്റെ പുറകിൽ അടുക്കി പിറക്കി വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ കടുകുമണിയുടെ ഉപമ. എന്നാൽ കടുകുമണിക്ക് വിതയ്ക്കപ്പെടാതെ ഒരേ ഒരു സ്ഥലത്ത് മാന്യമായിട്ട് യാതൊരു പ്രയാസമില്ലാതിരിക്കാൻ കഴിയും. പക്ഷെ ഏറെ നാൾ കഴിയാതെ നശിച്ചു പോകും. അതെന്താണെന്ന് പോലും തിരിച്ചറിയാൻ ഇടയാകാതെ അത് പട്ടുപോകും. അത് മറ്റൊരു സാധ്യതയാണ്. ആ ഒരു അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും കഴിഞ്ഞുകൂടുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നാറുണ്ട്. വേറൊരു രൂപം കൂടെ നമുക്ക് പരിഗണിക്കാം. 10 കന്യകമാരുടെ ഉപമ. മനോഹരമായ കാവ്യാത്മകമായ ഒരു ഉപമയാണത്. 10 കന്യകമാർ, അവിടെ 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ട്. പക്ഷേ 5 പേരുടെ കയ്യിലെ വിളക്കിൽ എണ്ണയില്ല. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ജീവിതത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നുവോ, അല്ല നിങ്ങൾ തിരസ്കരിക്കപ്പെട്ട് സ്വയം ശപിക്കുന്ന കരച്ചിലും പല്ലുകടിയും അന്ധകാരത്തിൻ്റെ അനുഭവം മാത്രം തങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ആയിത്തീരണമോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിളക്കിൻ്റെ ബാഹ്യമായ മിനുക്കമല്ല, ഉള്ളിലെ എണ്ണയാണ്. ഇതിനേക്കാൾ മനോഹരമായ ആശയം ആർക്കാണ് അവതരിപ്പിക്കാൻ സാധിക്കുന്നത്? യേശുവിനല്ലാതെ. എന്നിട്ടും എന്തുകൊണ്ടോ ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയുടെ സാധ്യതകൾ തിരിച്ചറിയാനും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാനും കഴിഞ്ഞ കാലങ്ങളിൽ നാം ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് ദൈവസന്നിധിയിൽ സത്യസന്ധമായി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. ഈ തരുണത്തിൽ നാം കഴിഞ്ഞ സെഷനിൽ മനസ്സിലാക്കിയ ആശയം, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഊർജത്തിൻ്റെ അവസ്ഥ, ദി എനർജി ലെവൽസ് വിത്തിൻ ഈച്ച് വൺ ഓഫ് us. നമുക്കറിയാം, ഈ ഊർജം ആന്തരികമാകാനേ സാധ്യതയുള്ളൂ. അവർ എനർജി ക്യാൻ ഓൺലി ബി വിത്തിൻ us.
അപ്പം നമ്മളൊരു ബാറ്ററി ഘടിപ്പിച്ചുകൊണ്ട് നടക്കാനൊക്കത്തില്ല. കൂടി വന്നാൽ ഒരു വടി ഊന്നിക്കൊണ്ട് നടക്കും. അത് നമ്മുടെ ഊർജമല്ല, നമ്മുടെ ബലഹീനതയാണ്. വേണ്ട, ശാസ്ത്രത്തിൻ്റെ വലിയ സംഭാവന കൊണ്ട് ചില ആളുകൾക്ക് ഹാർട്ട് പേസ് മേക്കർ ഉണ്ട്. അത് എനർജി അല്ല, അത് വെറും മെയിൻ്റനൻസ് സപ്പോർട്ട് മാത്രമാണ്. ആ ഒരു അവസ്ഥയിൽ ഊർജ്ജസ്വലമായി ജീവിക്കാൻ സാധ്യമല്ല. അത് ഹെൽത്തി, ഇറ്റ്സ് നോട്ട് എ ഹോൾസം സ്റ്റേറ്റ്. ഊർജം എന്നത് ആന്തരിക, പൂർണ്ണമായും പരിശുദ്ധമായും ആന്തരികമായ അവസ്ഥ. ഇറ്റ്സ് എ പ്യുവർ ഇന്നർ സ്റ്റേറ്റ്. അത് ബാഹ്യത, ആന്തരികമായ അവസ്ഥ നമ്മുടെ ഊർജത്തിൻ്റെ ഉറവിടമാണ് എങ്കിൽ ബാഹ്യത നമ്മുടെ എന്താണ് പറയുന്നത്, ഹെൽപ്ലെസ്നെസ്, നിർജീവമായ അവസ്ഥ, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. നിങ്ങൾ മനുഷ്യ വ്യക്തികളെ ശ്രദ്ധിച്ചാൽ ആരൊക്കെ കൂടുതൽ 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 ബാഹ്യമായ ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ബാഹ്യമായ വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ, സംവിധാനങ്ങളെ ആശ്രയിക്കുന്നു, അവർ കൂടുതൽ കൂടുതൽ ബലഹീനരായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് പൊതുവായ മനഃശാസ്ത്രത്തിന്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഡിപ്പെൻഡൻസ് ലീഡ്സ് ടു ഡിസബിലിറ്റി. ഇപ്പൊ എനിക്ക് ഒരു 35 വർഷങ്ങൾക്ക് 40 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ സെർവിക്കൽ കോളർ വെക്കണം, അതെപ്പോഴും വെച്ച് നടക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതനുസരിച്ചില്ല, ഇച്ചിരി അനുസരണക്കേട് കാണിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, അന്നും എനിക്കറിയാമായിരുന്നു നാം ബാഹ്യമായ എന്തിനെങ്കിലും ആശ്രയിച്ചാൽ അത് നമ്മുടെ ബലമല്ല, ബലക്ഷയമാണ്. നെക്ക് മസിൽസ് ബലഹീനമായി പോകും. പിന്നെ എപ്പോഴും അത് ആശ്രയിച്ച് മാത്രമേ ഇരിക്കാനൊക്കത്തുള്ളൂ. ഞാൻ നാളിതുവരെയും ദൈവകൃപ കൊണ്ട്, അല്പം വ്യക്തിപരമായ പരിശ്രമം കൊണ്ട് ഈ നെക്ക് കോളർ ഉപയോഗിക്കാതെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ മർമ്മം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അനുഭവത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞു. ഞാൻ വീമ്പിളക്കിയൊന്നും നിങ്ങൾ ദയവായി വിചാരിക്കരുത്, ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രമാണ്. അപ്പോൾ ബാഹ്യമായി നാം എന്തിനെ ആശ്രയിച്ചാലും, ഇവിടെ വാസ്തവത്തിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യേശു എന്ത് പറഞ്ഞു? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. എൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അർത്ഥം എന്താണ്? കഴിയുമെങ്കിൽ ദൈവപുത്രനെ പോലും നിങ്ങൾ ഒരു ഊന്നുവടിയായി ഉപയോഗിക്കരുത്. ഡോണ്ട് ഡിപ്പെൻഡ്. നിങ്ങൾക്ക് ദൈവം തന്ന കഴിവുകൾ നിങ്ങൾ വേണ്ടതുപോലെ വികസിപ്പിച്ചെടുത്ത് നിങ്ങളുടെ സംരക്ഷണത്തിനും നിങ്ങളുടെ ജീവിത അഭിമാനത്തിനും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുമുള്ള ഊർജമാക്കി മാറ്റാതെ, ദൈവം പിടിച്ചോളും, ദൈവം നോക്കിക്കോളും, നിന്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാനത് ചുവന്നുകൊള്ളാം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കത്തില്ല, ദൈവം എന്നാ പിടിച്ചോ എന്ന് പറയുന്നത് നാം നമ്മെ അപമാനിക്കുന്നത് മാത്രമല്ല, ദൈവത്തെ പോലും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് യേശുവിൻ്റെ പക്ഷം. അങ്ങനെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ ഉപയോഗിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും? അവരെപ്പോഴും മറ്റുള്ള ആരെയെങ്കിലും പഴിച്ചുകൊണ്ടേയിരിക്കും. കുറേ വർഷം ദൈവത്തെയെങ്കിലും പഴിച്ചുകൊണ്ടിരിക്കും. നീ എന്നോട് ഇത് ചെയ്തല്ലോ ദൈവമേ എന്ന് പറയും. അതിൻ്റെ മർമ്മമൊക്കെ, അതിൻ്റെ മനഃശാസ്ത്രം യേശു തന്നെ താലന്തുകളുടെ ഉപമയിൽ പറഞ്ഞിട്ടുണ്ട്. അത് സന്ദർഭോചിതമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് മതമേഖലയിൽ എപ്പോഴും നമ്മെ തുറിച്ചു നോക്കുന്ന, വളരെ നാം ഒരിക്കലും അവഗണിച്ചുകൂടാത്തൊരു പ്രശ്നമാണ്. കാരണം മതപരമായ പരിശീലനം എപ്പോഴും പരാശ്രയത്തെ മാത്രം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. റിലീജിയസ് ഫോർമേഷൻ always encourages you and insists that you develop a psychology of dependence. ഈ അമ്മ പള്ളി, മദർ ചർച്ച് എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചോണം എന്നാണ് അർത്ഥം. ഇതിന്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ് ഡയട്രിക് ബോൺഹോഫർ എന്ന് പറയുന്ന പ്രസിദ്ധ ജർമ്മൻ പുരോഹിതൻ, വേദശാസ്ത്ര പണ്ഡിതൻ, 20ാം നൂറ്റാണ്ടിലെ രക്തസാക്ഷി, he died in Hitler's concentration camp for his spiritual convictions. അദ്ദേഹം പറഞ്ഞു,
You should so live as to assume that God is dead. ആ ദൈവം മരിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. കഴിയുമെങ്കിൽ ദൈവത്തെ ആശ്രയിക്കരുത്. കാരണം ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. ആശ്രയിക്കുന്തോറും നിങ്ങൾ ബലഹീനരായി തീരും. എന്ന് പറയുമ്പോൾ ദൈവത്തെ ധിക്കരിക്കണമെന്ന് അർത്ഥമില്ല. നിങ്ങൾക്കാവശ്യമായ സാധ്യതകളുടെ കടുകുമണികൾ ദൈവം നിങ്ങളെ ധാരാളമായി ഏൽപ്പിച്ചിരിക്കുന്നത് മുളപ്പിച്ച് വളർത്തിയെടുത്ത് അത് പ്രയോജനപ്പെടുത്താതെ എല്ലാം ദൈവം നോക്കിക്കൊള്ളും, ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്ന് ചൊറി കൊത്തിക്കൊണ്ടിരുന്നോളാം എന്ന് പറയുന്നത് ആത്മീയതയല്ല. അത് വെറും നാണക്കേടാണ് എന്ന് തിരിച്ചറിയണം എന്നതാണ് യേശുവിൻ്റെ പക്ഷം. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ലഭിക്കുന്ന പരിശീലനം ഇപ്രകാരമാണ്: സ്വന്തം സഭയിൽ അള്ളിപ്പിടിച്ച് നിന്നോണം, ഒരിക്കലും ചിന്തിക്കരുത്, അന്വേഷിക്കരുത്, വളരരുത് എന്ന ഒരു താല്പര്യം. അതുകൊണ്ട് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ, യേശുവിൻ്റെ ആത്മീയമായ ദർശനത്തിൽ, യേശുവിൻ്റെ പരസ്യശുശ്രൂഷയുടെ എല്ലാ ഇടപെടലുകളിലും പൊതുവായി നാം കാണുന്ന സമീപനം എന്താണ്? മനുഷ്യരെ വിടുവിക്കുക എന്നുള്ളതാണ്. ലിബറേറ്റ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം ഓൾ ഫോംസ് ഓഫ് ഡിപ്പെൻഡൻസ്. കാരണം എന്താണ്? അത് യേശു വളരെ മനോഹരമായി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അവർക്ക് ജീവനുണ്ടാകുവാനും സമർത്ഥമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ എന്താണ് സമർത്ഥമായ ജീവൻ? മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് സമർത്ഥമായ ജീവൻ ഉണ്ടാകും. ആശ്രയത്തിന് ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് അത്താണിയായി എനിക്ക് വളരണം എന്ന ആത്മീയമായ ധൈര്യമുള്ളവർ മാത്രമേ സമർത്ഥമായ ജീവൻ എന്താണെന്ന് പോലും ഒരിക്കലെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ആന്തരികമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യജാതിയെ വിടുവിക്കുവാൻ യേശുക്രിസ്തു സാഹസികമായ ഇടപെടലുകൾ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഈ കോഴ്സ് സഹായിക്കട്ടെ. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വളരെ സുപരിചിതമായ സംഭവം. പക്ഷവാത രോഗി യേശു സൗഖ്യമാക്കുന്നു. അവൻ സൗഖ്യം പ്രാപിപ്പാൻ എന്ന ലക്ഷ്യത്തോടെ അനേക വൈദ്യന്മാരെ, ഡോക്ടേഴ്സിനെ സമീപിച്ചതാണ്. അവസാനം പ്രത്യാശ മുഴുവനും നഷ്ടപ്പെട്ട് കൂടുതൽ ചികിത്സ ലഭിക്കുന്നവരും കൂടുതൽ അവൻ്റെ പരാധീനത വർദ്ധിച്ചു വന്ന കാലത്ത് 4 ചുവന്ന് അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ യേശു എന്താണ് ചെയ്യുന്നത്? അവൻ്റെ ആന്തരികമായ അവസ്ഥയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ശ്രമിച്ച ആരും അന്നത്തെ വൈദ്യന്മാരുടെ ഇടയിലോ പുരോഹിതന്മാരുടെ ഇടയിലോ മൂപ്പന്മാരുടെ ഇടയിലോ ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു സാധ്യത പോലും തിരിച്ചറിയുന്ന ഒരു സാഹചര്യം അല്ലായിരുന്ന കാലത്താണ് യേശു പറയുന്നത്, അവൻ്റെ ഉള്ളു മനസ്സിലാക്കിയിട്ട് നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയും. എന്ന് മാത്രവുമല്ല, അങ്ങനെ പറയുമ്പോൾ അത് കേട്ടു നിന്ന പരീശന്മാർ നിശബ്ദമായി പിറുപിറുക്കുന്നത്, അവരുടെ ഉള്ളിൽ അവർ പിറുപിറുക്കുന്നത് യേശു മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന മർമ്മം എത്ര വലുതാണ്, അതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലെ അവസ്ഥ, അതിൽ വേണ്ടതുപോലെയുള്ള ആരോഗ്യപരമായ ഒരു പുനർനിർമ്മിതി നടക്കുന്നില്ല എങ്കിൽ കാലക്രമേണ നാം ഈ പക്ഷവാത രോഗിയുടെ അവസ്ഥയിലേക്ക് വഴുതിപ്പോകുകയും പിന്നെ നമ്മെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന ഒരവസ്ഥയാണ് നമ്മെപ്പറ്റിയുള്ള സത്യമെന്ന് നാം തന്നെ ദൃഢമായി വിശ്വസിക്കുകയും, അല്ല നിനക്ക് സാധ്യതകളുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ പന്നിയുടെ മുമ്പിൽ മുത്തിട്ട് കൊടുക്കുന്നത് പോലെ പ്രതികരിക്കുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് ഞാൻ ചുമ്മാതെ പറയുന്നതല്ല, പല ആളുകളോടുള്ള ഇടപെടലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പാരബിൾ ഓഫ് ദ വീറ്റ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചാൽ ഞാൻ വീണ്ടും അതിലേക്ക് ഒന്ന് മടങ്ങി വരികയാണ്. അത് ആ ഗോതമ്പ് മണി നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണെന്ന് നാം കണ്ടു. അത് നമ്മുടെ ആന്തരികമായ അവസ്ഥയുടെ പ്രാധാന്യത്തെ അടിവരയിട്ട് വെളിപ്പെടുത്തുന്നതാണ്. ഗോതമ്പ് മണിയും
പതിരും തമ്മിലുള്ള വ്യത്യാസം ആന്തരികമായ ഊർജത്തിന്റെ അസ്തിത്വവും അഭാവവുമാണ്. ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദ ഇന്നർ എനർജി, ദ ഇന്നർ കോണ്ടന്റ്. ഈ ഗോതമ്പ് മണിക്കുള്ളിലുള്ള ആ ധാന്യം, ദ കേർണൽ ഇസ് എ സോഴ്സ് ഓഫ് എനർജി. നമുക്കറിയാം, നമ്മുടെ വണ്ടി ഓടുന്നത് തന്നെ അതിൻ്റെ എഞ്ചിനകത്ത് പെട്രോൾ ചെയ്യുന്നെങ്കിലും, നിങ്ങൾ വലിയ വലിയ കാറ് വാങ്ങിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒരു 30 ലിറ്റർ പെട്രോള് തളിച്ചാൽ വണ്ടി ഓടത്തില്ല, വണ്ടിക്ക് തീ പിടിക്കും, അത്രയേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും ഇപ്പം യന്ത്രങ്ങളിൽ പോലും അതാണ്, ഉള്ളിൽ ഉള്ള ഊർജം കൊണ്ട് മാത്രമേ എന്തെങ്കിലും മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നത് പ്രകൃതി ഏറ്റവും വ്യക്തമായി യാതൊരു മാറ്റവുമില്ലാതെ വിളിച്ചറിയിക്കുന്നതും മനുഷ്യൻ കൃത്രിമമായി സൃഷ്ടിക്കുന്ന സംസ്കാരങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓരോ ഉപകരണവും നമ്മെ അറിയിക്കുന്നതാണ്. ഇപ്പം കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം പോലും കൈയടിക്കുകയോ ചിരിക്കുകയോ ഓർഡറോ ചെയ്യണമെങ്കിൽ അത് നമ്മൾ ബാറ്ററി ഇടണം. ബാറ്ററി ഇട്ടിട്ട് നമ്മുടെ ഊപ്പാട് വരും. അങ്ങനത്തെ അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് ആന്തരികമായ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് നാം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കണം. അത് ഉപേക്ഷിക്കുന്നവർ, അതിൽ ഉപേക്ഷ കാണിക്കുന്നവർ, കർത്താവായ യേശുക്രിസ്തു യെരൂശലേമിൽ വന്നപ്പോൾ കണ്ട അത്തിവൃക്ഷം പോലെ തഴച്ചു വളർന്നാലും അതിനകത്ത് വിശപ്പടക്കാൻ ഒരു പഴം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആയിപ്പോകും എന്നതാണ് യാഥാർത്ഥ്യം. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? നാം ചെയ്യുന്ന ഈ കോഴ്സിന്റെ ലക്ഷ്യം എന്താണ്? ഈ ഒരു അവസ്ഥ, നമ്മുടെ ഉള്ളിലുള്ള ആ നിധി, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ യേശു പറയുന്നില്ലേ, ഈ ലോകത്തിന്റെ നശ്വരമായ നിധികളെ ആശ്രയിച്ച് നിങ്ങൾ പോകരുത്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന നിധികളെ നിങ്ങൾ അന്വേഷിക്കരുത്. അല്ലാത്ത നിധി ഏതാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള നിധികൾ മാത്രമാണ്. അത് മാത്രമേ നിത്യതയിലേക്ക് നിലനിൽക്കുകയുള്ളൂ എന്ന് യേശു പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു സാധ്യതയെ, നമ്മുടെ ഉള്ളിലുള്ള ഈ നിധികളെ അല്ലെങ്കിൽ നിധിയെ ഒന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ജനിച്ചപ്പോൾ മാലാഖമാർ നൽകിയ ആ വലിയ സന്ദേശം, അതായത് സർവ്വലോകത്തിനും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ട മഹാസന്തോഷം, എന്താണ് ഈ ടൈഡിങ്സ് ഓഫ് ഗ്രേറ്റ് ഗ്ലാഡ്നെസ് ഫോർ ഓൾ മാൻകൈൻഡ്, അതെന്താണ്? നമ്മുടെ ഉള്ള് പതിരല്ല, കതിരാണ് എന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ വലിയ സാധ്യതയുണ്ട്. അത് എത്രയോ മനോഹരമായ യേശു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾ വിളക്കാണ്. വിളക്ക് കത്തിച്ചാലും പറയും കീഴിൽ വെക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ ആ വെളിച്ചമുണ്ട്. പക്ഷെ എന്താണ് ആ വെളിച്ചം വെളിയിലേക്ക് പ്രവഹിക്കാത്തതും ആ പരിസരങ്ങൾ ഒരു നല്ല വ്യത്യാസം വരുത്താൻ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വെളിച്ചത്തെ പ്രവർത്തനരഹിതമാക്കി തീർക്കത്തക്കോണം ഒരു ക്രമീകരണം നിങ്ങളുടെ ഉള്ളിലാണ്. ബാഹ്യമായ ഘടകങ്ങളെ പഴിചാരിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ നാം മനഃശാസ്ത്രപരമായി മനസ്സിലാക്കേണ്ട കാര്യം, ഏതു വ്യക്തിയാണോ അവൻ്റെയോ അവളുടെയോ ആന്തരികമായ സാധ്യതകളോട് നീതി പാലിക്കാത്തത്, അതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താത്തത്, അവരെപ്പോഴും എപ്പോഴും എപ്പോഴും മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടേയിരിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അവരുടെ അവസ്ഥയെ അവർ കൂടുതൽ കൂടുതൽ ശാപഗ്രസ്തമാക്കും, സംശയമില്ല. ഇത് വളരെ വളരെ അപകടം വരുത്തുന്ന, നാശനഷ്ടങ്ങൾ വരുത്തുന്ന, ജീവിതത്തെ നരകമാക്കുന്ന ഒരവസ്ഥയാണ്. ഇത് വേണ്ടതുപോലെ പോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സുവിശേഷം? ദിസ് ഗുഡ് ന്യൂസ് ഫോർ ഓൾ മാൻകൈൻഡ്. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സാധ്യതയുണ്ട്, ഒരു വിളക്കുണ്ട്, ഒരു വെളിച്ചമുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള അവകാശവും അതിൻ്റെ അവസരവും ഇതാ വന്നിരിക്കുന്നു. റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്കുക. ആ ഒരു ആഹ്വാനത്തിലേക്ക് കടന്നു വരുവാൻ ഈ കോഴ്സ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കണം? അപ്പം നാം പതിരല്ല കതിരാണെങ്കിൽ എന്ത് സംഭവിക്കണം?
ഒന്ന്, നാം വിതയ്ക്കപ്പെടണം. വി ഷുഡ് ബി സോൺ. ഈ വിതയ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ നമുക്ക് അജ്ഞാതമായിരിക്കുന്നതും ഇപ്പോൾ നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതും എന്നാൽ ആത്യന്തിക സത്യമായതുമായത് നമുക്ക് വെളിപ്പെട്ട് വരുന്ന അവസ്ഥയുടെ പേരാണ് ഈ വിതയ്ക്കപ്പെടുന്ന അവസ്ഥ. ഒരു ഗോതമ്പ് മണി വിതയ്ക്കപ്പെടുമ്പോൾ അതിൻ്റെ മേലുള്ള നിയന്ത്രണം പൂർണ്ണമായി ഇല്ലാതാകുകയും അതിനേക്കാൾ വലിയ ഒരു പ്രപഞ്ച ശക്തിയുടെ മടിയിലേക്ക് അത് വീണിട്ട് അതിൻ്റെ ലാളനയിൽ ഒരു വലിയ വലിയ ബ്രഹ്മാണ്ഡ പ്രസ്ഥാനത്തിൻ്റെ സഹായത്തോടെ അതൊരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിച്ച് അത് രൂപാന്തരപ്പെട്ട് വലിയ ഫലപുഷ്ടിയിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കുകയുമാണ് ചെയ്തത്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മതപരമായ പരിശീലനം കൊണ്ട് സംഭവിക്കുന്നതാണ് ഒട്ടുമുക്കാലും. അതായത് നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ മാത്രം അള്ളിപ്പിടിച്ചിരിക്കുക, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്, പുതിയ ഒരാശയവും കേട്ടുപോകരുത്, ചെവി കൊടുക്കരുത്, യാതൊരു മാറ്റവും വരരുത്. അങ്ങ് ജാമ്പവന്മാരുടെ കാലത്ത് കേട്ടത് പണ്ട് 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 നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത്, നമ്മൾ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തല്ല ജീവിക്കുന്നത്. നമ്മൾ കാളവണ്ടിയിലും കുതിരവണ്ടിയിലും അല്ല, നമ്മൾ കപ്പയും മീനും മാത്രമല്ല ഇപ്പൊ കഴിക്കുന്നത്, കുറിയാണ്ടും കോണാനും അല്ല നമ്മൾ കൊടുക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ അംശങ്ങളിലും നാം മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഇതിൽ മാത്രം ഞങ്ങൾ മുമ്പോട്ട് പോകത്തില്ല, ഞങ്ങൾ കണ്ണടച്ചുകളി എന്ന് പറയുന്നത് ഭ്രാന്തല്ലയോ? പുതുമയെ യാതൊരു പരിഗണനയുമില്ലാതെ അതുപോലെ വിഴുകണമെന്നല്ല ഈ ഉള്ളവൻ പറയുന്നത്. ഞാൻ പുതുമയുടെ കാര്യവുമല്ല പറയുന്നത്, ഞാൻ സത്യത്തിന്റെ കാര്യമാണ് പറയുന്നത്. സത്യത്തിന്റെ പൂർണ്ണത അന്വേഷിക്കാൻ മനുഷ്യർക്ക് കടമയുണ്ട് എന്ന് യേശു യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് സുപരിചിതമാണ്. സഹായകനായ പരിശുദ്ധാത്മാ നിങ്ങൾ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ അതുപോലെ നിന്നു പോകരുത്. നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ അവകാശമുണ്ട്, ആവശ്യമുണ്ട്. അങ്ങനെ മുൻപോട്ട് പോകാൻ കൂട്ടാക്കാത്തവൻ, അത് ഭയക്കുന്നവൻ ഈ പക്ഷപാത രോഗിയെ പോലെ കടന്നു പോവുകയും പിന്നെ ആരെങ്കിലും അവനെ ചുമന്നുകൊണ്ട് നടക്കുകയും മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശു വെളിപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കാൻ, അത് സ്വീകരിക്കാനുള്ള ധൈര്യം നമുക്ക് ദൈവം കൃപ ആയി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വിതയ്ക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമുക്കൊന്ന് ആയിത്തീരുവാൻ ആവശ്യമുണ്ട്. അതിനു പകരം ഇങ്ങനെ ഈ ഒരേ ഇരിപ്പിരുന്ന് യേശു പറഞ്ഞു, ഗോതമ്പ് മണി വിതയ്ക്കപ്പെടുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും. തനിയെ ഇരുന്നാലോ അത് പരിപൂർണമായും നശിച്ചു പോകും. അപ്പൊ ജീവന്റെയും സർവനാശത്തിന്റെയും മധ്യത്തിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ്? അയക്കപ്പെടുക അല്ലെങ്കിൽ വിതയ്ക്കപ്പെടുക എന്ന മർമ്മമാണ്. അപ്പോൾ നാം ഇപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, അല്പം പോലും വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ അത് നമ്മുടെ ഒരു വലിയ അപകടമാണ്, ന്യൂനതയാണ്, ബലഹീനതയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. അപ്പം അതുകൊണ്ട് ഈ കോഴ്സിൽ കൂടെ നമ്മുടെ മനസ്സിൽ ഒരു പുതിയ ആഗ്രഹം പിറന്നു വീഴട്ടെ. എന്താണ്? വിതയ്ക്കപ്പെടുവാനുള്ള ഒരാഗ്രഹം. ഇഫ് ഓൺലി ഐ കുഡ് ബി സോൺ. ഗുഡ് ലോർഡ് മേ പ്ലീസ് യു ടു സോ മീ. എന്നെ വിതയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ അവിടെ പോകണം, അത് കിട്ടണം, ഇത് കിട്ടണമെന്നല്ല. ദൈവമേ എന്നെ വിതയ്ക്കണമേ. വിതയ്ക്കപ്പെടുന്ന അവസ്ഥ സ്വീകരിക്കാനുള്ള ആന്തരികമായ വിശ്വാസം എനിക്ക് നൽകണമേ, വിടുതൽ എനിക്ക് നൽകണമേ, ഇന്നർ ലിബറേഷൻ എനിക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. അത് തന്നെയാണ് യേശു പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച്. എന്താണ് സ്വയം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ? വിതയ്ക്കപ്പെടുന്ന അവസ്ഥയാണ് സ്വയം ത്യജിക്കുക എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് ശബ്ദങ്ങളായി മാത്രം നിൽക്കുകയാണ്. യേശു പറഞ്ഞു സ്വയം ത്യജിക്കണം. സ്വയത്യാഗത്തിന്റെ ഒരു കവറും തരും. എപ്പോഴാ? നിങ്ങൾക്കറിയാം, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്കാകെപ്പാടെ ഉള്ളത് സ്വയത്യാഗത്തിന്റെ ഒരു കവറടക്കമാണ്. എന്താണ് ഈ സ്വയത്യാഗം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജീവിതത്തിൽ വലിയ
കൊയ്ത്തിന് വഴി ഒരുക്കാത്തത് ഒന്നും തന്നെ സ്വയത്യാഗമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വയത്യാഗത്തെ ഗോതമ്പ് മണി വിതയ്ക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറി വരുന്ന അവസ്ഥയോട് തുല്യമാക്കണം. ആ വിധത്തിൽ നാം മനസ്സിലാക്കണം. വിതയ്ക്കപ്പെടുന്ന ഗോതമ്പ് വലിയ കൊയ്ത്തിന് വഴിയൊരുക്കുന്നു. അതുപോലെ സ്വയത്തെ ത്യജിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീകമായ കൊയ്ത്തുണ്ടാകണം. അല്ലെങ്കിൽ യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അധിക ഫലം കായ്ക്കണം. ഒരു വൃക്ഷത്തെ അത് പുറപ്പെടുവിക്കുന്ന ഫലം കൊണ്ടല്ലയോ തിരിച്ചറിയേണ്ടത് എന്ന് യേശു പറയുന്നത് ഈ തരുണത്തിൽ, ഈ സന്ദർഭത്തിൽ സ്മരണീയമത്രേ. ആ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് അവിടെ വിറങ്ങലിച്ചിരുന്നാൽ അതുകൊണ്ട് നമുക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ എന്തെങ്കിലും മർമ്മമുണ്ടോ, ന്യായമുണ്ടോ, യുക്തിയുണ്ടോ? പോട്ടെ. അപ്പൊ ഇനി ഈ ഒരു അവസ്ഥ, അതായത് വിതയ്ക്കപ്പെടാതെ ഞാൻ തന്നെ എനിക്ക് ഏറ്റവും സൗകര്യവും സുരക്ഷയും തോന്നുന്ന അവസ്ഥയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന ഈ മാരകമായ തെറ്റിദ്ധാരണ സാർവലൗകികമായ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അവസ്ഥയാണ് എന്ന് മനുഷ്യർ തിരിച്ചറിയേണ്ടതിന് യേശു ഉപയോഗിച്ച മറ്റൊരു ഉപമ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്. അത് താലന്തുകളുടെ ഉപമ. മൂന്നാമത്തെ ഭൃത്യൻ, ദുഷ്ടനായ ഭൃത്യൻ എന്ന് യജമാനൻ വിശേഷിപ്പിക്കുന്ന ആ മാന്യനുണ്ടല്ലോ, അവനെന്താണ് ചെയ്തത്? ഇത് തന്നെയാണ് ചെയ്തത്. അവനെ ഏൽപ്പിച്ചതായിരുന്നു കൊണ്ട് കുഴിച്ചിട്ടു. അപ്പൊ കുഴിച്ചിടുന്ന പരിപാടി, അതിന്റെ പേരാണ് ഈ മാമൂലെന്നും ഒക്കെ പറയുന്നത്. കുഴിച്ചിടുന്ന പരിപാടിയാണ്. പണ്ടാരുണ്ടോ കുഴിച്ചിട്ടോ അതുപോലെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെയധികം അപകടം നിറഞ്ഞ ഒരവസ്ഥയാണ്. അത് തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെയുള്ള അവസ്ഥയിൽ നാം നമ്മുടെ വ്യക്തിത്വത്തെ കുഴിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് പെട്ടെന്ന് അടുത്ത ഒരു 10-11 മിനിറ്റൂടെ ഞാനത് ഉപസംഹരിക്കുന്നതാണ്. നാം നമ്മെ തന്നെ ഈ താലന്ത് കുഴിച്ചിട്ടവനെ പോലെ നമ്മുടെ വ്യക്തിത്വത്തെ കുഴിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു? ഒന്ന്, ഈ നിഷേധാത്മകതയെ നാം നമ്മുടെ സൗമ്യത എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഞാനത് മുമ്പ് സൂചിപ്പിച്ചതാണ്, അതുകൊണ്ട് കൂടുതലായി വിശദീകരിക്കുന്നില്ല. It's the most dangerous misunderstanding of meekness or humility. 2, ആ ഒരവസ്ഥയിൽ നാം യാഥാർത്ഥ്യത്തെ മനഃപൂർവ്വം വക്രീകരിക്കുന്നു. We deliberately distort reality. എന്തുകൊണ്ട് നാം അത് ചെയ്യുന്നു? സ്വയം ന്യായീകരണത്തിന് വേണ്ടി. We distort reality in order to justify ourselves. അത് മൂന്നാമത്തെ ഭൃത്യനെ നോക്കിയാൽ അറിയാം. അവന് ഒരു താലന്ത് കൊടുത്ത് യജമാനോട് എന്താ പറയുന്നത്? നീ ദുഷ്ടനാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. വിതയ്ക്കാത്തത് കൊയ്യുന്നവനും വിതറാത്തത് ചേർക്കുന്നവനുമായ ദുഷ്ടനെന്ന് ഞാൻ അറിഞ്ഞിട്ട് നിന്നെ ഭയന്ന് ഈ യജമാനൻ ദുഷ്ടനാണെന്ന് ഈ 3 ഭൃത്യന്മാരിൽ ഒരുത്തന് മാത്രമേ തോന്നിയുള്ളൂ. കാരണം എന്താണ്? യജമാനൻ ദുഷ്ടനാണ് എന്ന് വിശ്വസിക്കേണ്ട ഒരത്യാവശ്യം അവന്റെ വ്യക്തിത്വം കുഴിച്ചിട്ടതിൽ കൂടെ ഉടലെടുത്തു എന്നതാണ് അതിനകത്തെ യുക്തി. കേരളത്തിൽ വളരെയധികം പൊതുശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വലിയ ചിന്തകനാണ് അദ്ദേഹത്തിന് ഒരു മൈത്രേയൻ എന്നാണ്. അദ്ദേഹം പറയുന്ന പല ആശയങ്ങളും തികച്ചും സ്വീകാര്യമാണ്, ഞാൻ യോജിക്കുക. എന്നാൽ ചില ആശയങ്ങൾ എല്ലാറ്റിനും അദ്ദേഹം ദൈവത്തെ പഴി പറയും. ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിന് എന്തെങ്കിലും മൂള ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സൃഷ്ടിക്കേണ്ട വല്ല കാര്യമുണ്ട്. ഉദാഹരണമായിട്ട് കൊതുകിനെ സൃഷ്ടിച്ചു. കൊതുകിനെ സൃഷ്ടിക്കേണ്ട വല്ല കാര്യമുണ്ട്. കൊതുക് നമ്മുടെ രക്തം കുടിക്കുന്നുവെന്ന് മാത്രമല്ല, രക്തം കുടിച്ച ശേഷം അവിടെ ചൊറിച്ചിലുണ്ടാകാനായിട്ട് അതിൻ്റെ ചെയ്തിട്ട് പോകും. ഇതിന് വല്ല ഇങ്ങനെ സൃഷ്ടിച്ച ദൈവത്തെ ഓടിച്ചിട്ട് അടിക്കണ്ടായോ എന്ന് അദ്ദേഹം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ വലിയ കയ്യടി കയ്യടി ലഭിക്കുകയാണ്. അപ്പൊ ദൈവം കൊതുകിനെ മാത്രമല്ല സൃഷ്ടിച്ചത്, നിന്നെയും എന്നെയും സൃഷ്ടിച്ചു. നന്മ ചെയ്യാനുള്ള വലിയ വലിയ സാധ്യതകൾ നൽകി നമ്മെ സൃഷ്ടിച്ചു. അതിനോടൊന്നും യാതൊരു നീതിയും പാലിക്കാതെ ദൈവം സൃഷ്ടിച്ച ഏക കാര്യം കൊതുകാണ്. അതുകൊണ്ട് കൊതുകിനെ സൃഷ്ടിച്ചവനെ മടൽ കൊണ്ട് അടിക്കണം എന്ന് പറയുമ്പോൾ വലിയ കയ്യടി പ്രാപിക്കുന്ന ഒരു യുഗത്തിലാണ് നാം വസിക്കുന്നത്. ഞാൻ ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ
യാഥാർത്ഥ്യത്തെ, റിയാലിറ്റിയെ ഒന്ന് വിരൂപമാക്കിയെങ്കിൽ മാത്രമേ, ഡിസ്റ്റോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ സ്വയമായി തിരഞ്ഞെടുത്ത പാതയെ നീതീകരിക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ മീൻസ്, ഇറ്റ്സ് എ സൈക്കോളജി ഓഫ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. അത് യേശു ചൂണ്ടിക്കാണിച്ച സ്വയത്യാഗത്തിന് ഘടകവിരുദ്ധമാണ്. ഇറ്റ്സ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദ സെൽഫ് ഡിനയൽ ദാറ്റ് ജീസസ് പ്രിസ്ക്രൈബ്ഡ് ആസ് എ മിനിമം എലിജിബിലിറ്റി റിക്വയർമെന്റ് ഫോർ ഡിസൈപ്പിൾഷിപ്പ്. ഇത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. അത് നാം താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം അത്ഭുതപ്പെടുകയാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. മറ്റുള്ള കാര്യം എനിക്കറിയില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. യാഥാർത്ഥ്യത്തെ വിരൂപമാക്കാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ തന്നെ. പരീക്ഷയ്ക്ക് തോറ്റ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ പറയും, എന്താ നീ തോറ്റു എന്ന് ചോദിച്ചാൽ, അതെ ഞങ്ങളുടെ വീട്ടിൽ അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ കല്യാണമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ പശു പ്രസവിക്കാൻ താമസിച്ചു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയും. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ യേശു മനോഹരമായ ഒരു ഉപമ, ഒരു വലിയ വിരുന്നിന്റെ ഉപമ പറയുന്നു. അവിടെ പലരെയും ക്ഷണിച്ചു. എന്നാൽ ക്ഷണിച്ചവർ 3 തരത്തിലുള്ള ഒഴികഴിവ് പറഞ്ഞ് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതും പറഞ്ഞ് ഞാൻ കുറച്ച് നിലം വാങ്ങിച്ചിട്ടുണ്ട്. നിലം വാങ്ങിച്ചെങ്കിൽ ആഹാരം കഴിക്കരുതെന്ന് അവരുടെ നിയമമുണ്ട്. മുടന്ത ന്യായമാണ്. അതും പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചെങ്കിൽ നിന്റെ കാലൊടിഞ്ഞു പോയി. ഇല്ലല്ലോ. കല്യാണം കഴിച്ചത് കൊണ്ട് നീ അക്സെപ്റ്റ് ചെയ്ത ഇൻവിറ്റേഷൻ അത് വലിച്ചേറി കളണമെന്ന് വല്ല കാര്യമുണ്ട്. ഞാൻ 5 കാളയെ വാങ്ങിച്ചു. കാളയെ കൊണ്ട് ഇവിടെ കെട്ടിയിട്ടത്. ഇതെല്ലാം മുടന്ത ന്യായങ്ങളാണ്. സ്വയത്തോട് നീതി പാലിക്കാത്തവർ എപ്പോഴും ബാഹ്യമായ ഘടകങ്ങളെ പഴിചാരിക്കൊണ്ടിരിക്കും എന്നതാണ് ആ ഉപമയുടെ ഉള്ളടക്കമെന്ന് തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ പറ്റി വേണ്ടതുപോലെ ഒരു ഉത്ബോധനം, ആന്തരികമായ ഒരു തിരിച്ചറിവ്, ഒരു ബോധവൽക്കരണം സംഭവിക്കേണ്ട വലിയ അത്യാവശ്യം ഈ കാലത്തുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൂർവാധികമായി മറ്റെല്ലാ യുഗങ്ങളെക്കാൾ കൂടുതൽ സാംസ്കാരികമായി നോക്കുമ്പോൾ മനുഷ്യൻ ഇന്ന് ബാഹ്യതയുടെ ആശ്രിതനായും അടിമയായും കഴിയുകയാണ്. നമ്മുടെ ഒന്നും ജീവിതം നമ്മുടേതല്ല. ബാഹ്യമായ ശക്തികൾ ഏറ്റവും കടന്നാക്രമിച്ച് നമ്മുടെ ഉള്ളിൽ കോളനി ഭരണം നടത്തുന്ന കാലഘട്ടമാണിത്. ഉദാഹരണമായിട്ട് ഈ പത്രമൊക്കെ വായിക്കുന്നു, നിങ്ങൾ ടെലിവിഷനൊക്കെ കാണുന്നു, പ്രൈം ന്യൂസ് ഡിസ്കഷനൊക്കെ കാണുന്നു. നിങ്ങൾക്കാർക്കും തന്നെ ഈ പറയുന്ന എനിക്കും നമ്മുടേതായ ഒരു അഭിപ്രായമൊന്നുമില്ല. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ഏറ്റുപാടിക്കൊണ്ട് നടക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും അന്വേഷിക്കുകയോ വ്യക്തിപരമായി പഠിക്കുകയോ സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പബ്ലിക് ഒപ്പീനിയൻ അതുപോലെ വിഴുങ്ങിയിട്ട് അത് ആവർത്തിച്ചുകൊണ്ട് അത് എൻ്റെ വലിയ കണ്ടുപിടുത്തമാണെന്നൊക്കെ ആത്മാർത്ഥതയില്ല നാം ഇങ്ങനെ പറയുകയും അതിനെ ആസ്പദമാക്കി വലിയ കോലാഹലങ്ങൾ നടത്തുന്ന മഹാന്മാരെ എനിക്കറിയാം. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളു പൊള്ളയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യേശു നൽകിയ ഈ പുതിയ ദർശനത്തെ അതിൻ്റെ ആത്മാവിൽ, അർത്ഥത്തിൽ, അതിൻ്റെ വ്യാപ്തിയിൽ മനസ്സിലാക്കാൻ നമുക്ക് ഇടയാകണം എന്ന് നമുക്കറിയാം. ഇനി അവസാനമായിട്ട് ആധുനിക മനഃശാസ്ത്രം വളർന്നത് തന്നെ മതത്തിൻ്റെ സഹായത്തോടെയാണ്. അതെന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതമല്ല, റിലീജിയസ് ലിറ്ററേച്ചർ. അത് ഇപ്പം ഗ്രീക്ക് ലിറ്ററേച്ചർ ആണെങ്കിൽ തന്നെ നമുക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ കണ്ടുപിടിച്ചത് ഗ്രീക്കുകാരുടെ റിലിജിയനും അവരുടെ ലിറ്ററേച്ചറും ഒന്നാണ്. അപ്പം ഗ്രീക്ക് ദൈവങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയത് ഹോമറാണ്. ഹോമറുടെ കൃതികളിൽ നിന്നാണ് ഗ്രീക്ക് മതത്തിലെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. അപ്പം ദൈവങ്ങളെ മനുഷ്യനാണ് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവ് ഗ്രീക്ക് റിലിജിയനാണ്. അതിൻ്റെ ഉപജ്ഞാതാവ് ഹോമർ തന്നെയാണ്. കാൾ യുങ് ഭാരതത്തിൽ വന്നു. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ഭാഗത്ത്. എന്തുകൊണ്ടാണ്? ഹിന്ദു മിത്തോളജി പഠിക്കാനായിട്ട് വന്നു. കാൾ യുങ്ങിൻ്റെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഗ്രീക്ക് മിത്തോളജിയും ഇന്ത്യൻ മിത്തോളജിയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.
കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ ആന്തരികമായ അവസ്ഥയെ തിരിച്ചറിയുന്നത് മനഃശാസ്ത്രത്തിൻ്റെയും മതത്തിൻ്റെയും ഒരുപോലെയുള്ള ആവശ്യവും താല്പര്യമായിരുന്നു എന്നതുകൊണ്ടാണ്. നമുക്കറിയാം വേദപുസ്തകത്തിൽ ജോസഫിൻ്റെ സ്വപ്നങ്ങൾ, ദ ഡ്രീംസ് ഓഫ് ജോസഫ്, അത് ആധുനിക മനഃശാസ്ത്രം വന്നപ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് വലിയ അർത്ഥമുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത് ഫ്രോയിഡാണ്. എന്നാൽ എത്രയോ നാളുകൾക്ക് മുൻപ് പഴയ നിയമത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുന്നത്, അവന്റെ ഇന്നത്തെ അവസ്ഥയും വരാൻ പോകുന്ന അവസ്ഥയും വെളിപ്പെടുന്നത് സ്വപ്നത്തിൽ കൂടെ ആണെന്ന ആശയം പഴയ നിയമത്തിലുണ്ട്. If you study the dreams of Joseph, it's amazing psychology. അതുപോലെ തന്നെ ഞാൻ ഒരു സെഷനിൽ ദ സൈക്കോളജി ഓഫ് ഗാർഡൻ ഓഫ് ഈഡൻ, അല്ലെങ്കിൽ ഈ ഏദൻ തോട്ടം മനഃശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ എന്തായിരിക്കും എന്ന് ഒന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ യൂദാസിൻ്റെ കാര്യം എടുത്താൽ, യൂദാസ് എന്തുകൊണ്ടാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്? അതിനെന്തെങ്കിലും ഒരു പല പ്രാക്ടിക്കലായിട്ടുള്ള റീസൺസ് ഒക്കെ ആൾ കണ്ടുപിടിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്, മെറ്റീരിയൽ, അവൻ ഖജാൻജിയായിരുന്നു, ട്രഷറായിരുന്നു, അവന് കൂടുതൽ പണം വേണം, ഇതൊക്കെയുള്ള പല മുടന്തനാണ്. ഇതൊന്നുമല്ല മനഃശാസ്ത്രം പറയുന്നത്. മനുഷ്യൻ പല അവസ്ഥയിലും താൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചെയ്യുന്നത്. അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യൂദ പോയി കെട്ടി ഞാൻ ചത്തു എന്ന് പറയുന്നത്. അവൻ അങ്ങനെ ഏതോ വലിയ കണക്കൂട്ടൽ കൊണ്ടാണ് ചെയ്തിരുന്നത് എങ്കിൽ മിടുക്കനാ നടക്കേണ്ടതല്ലേ. അവൻ എന്തുകൊണ്ടത് ചെയ്തു എന്ന് അവൻ അറിയാൻ വയ്യാത്ത അന്താളിപ്പിലാണ് പോയി ആത്മഹത്യ ചെയ്യുന്നത്. പിന്നെ മനഃശാസ്ത്രമായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ ദൗത്യമായിക്കൊള്ളട്ടെ, മനുഷ്യന് രോഗശാന്തി നൽകുക. ആധുനിക മനഃശാസ്ത്രം, സൈക്യാട്രി, ഡെപ്ത് സൈക്കോളജി, ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? മനുഷ്യന് രോഗശാന്തി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ആ രോഗശാന്തി ഉണ്ടാകണമെങ്കിൽ അവൻ്റെ ആന്തരികമായ അവസ്ഥയ്ക്ക് വേണ്ടതുപോലെയുള്ള വിടുതൽ ഉണ്ടാകണം എന്ന തിരിച്ചറിവിൽ കൂടെയാണ് ആധുനിക മനഃശാസ്ത്രം വളർന്നു വന്നിട്ടുള്ളത് എന്നും ഈ തരുണത്തിൽ പ്രസ്താവ്യമാണ്. അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, നാം ഇപ്പോൾ നമ്മളിൽ നിന്ന് അകന്നവരായി നമുക്ക് തന്നെ അന്യരായി കഴിയുന്ന അവസ്ഥയിലാണ് എങ്കിൽ അതിന് ഒരു വലിയ വ്യത്യാസം വരേണ്ട ആവശ്യമുണ്ട്. അതിലേക്കുള്ള വഴിയാണ് യേശു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ഇതാണ് എന്ന് മനസ്സിലാക്കുക. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. രണ്ടാമതായിട്ട്, നാം ഇപ്പോൾ നമ്മെ തന്നെ പതിരാണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ അത് സത്യമല്ല, അത് തികച്ചും അസത്യമാണ് എന്ന് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ഒരിക്കലും പതിരായി പോകേണ്ട കാര്യമില്ല. സ്വയത്തെ പതിരാക്കാനുള്ള സ്വാതന്ത്ര്യം, തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ നാം അങ്ങനെ അല്ല വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ദൃഢമായി വിശ്വസിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നാം നമ്മെ തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട് അന്യവൽക്കരിക്കപ്പെട്ട് കഴിയുന്ന അവസ്ഥയിൽ നമുക്ക് സത്യത്തെ അന്വേഷിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. വി ക്യാൻ നെവർ സീക്ക് ദ ട്രൂത്ത്. യേശു പറഞ്ഞു, അന്വേഷിപ്പീൻ കണ്ടെത്തും. എന്താണ് അന്വേഷിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങളുമായി പങ്കിട്ടിട്ടുള്ളതാണ് ഇന്ന് തന്നെ രാവിലെ. അതുകൊണ്ട് അതിൻ്റെ ആശയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മെപ്പറ്റിയുള്ള സത്യം പോലും അന്വേഷിക്കാനോ തിരിച്ചറിയുവാനോ ഉള്ള ഒരു സാവകാശമോ ധൈര്യമോ നമുക്കില്ലാതെ പോകുന്നതിൻ്റെ കാര്യം നാം നമ്മിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് സെൽഫ് ഏലിയനേറ്റഡ് ആ സ്ഥിതിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ആ ഒരവസ്ഥയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയും അത് മാത്രം സ്വീകരിച്ചു. ഇപ്പം ഞാൻ തന്നെ ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മറ്റാരെങ്കിലും എന്നോട് പറഞ്ഞു തരണം. അതുകൊണ്ട് അതിനാണല്ലോ മുഖസ്തുതി എന്ന് പറഞ്ഞത്, ഫ്ലാറ്ററി. മനുഷ്യനെ ഈ മുഖസ്തുതി അല്ലെങ്കിൽ ഫ്ലാറ്ററി ഇത്രമാത്രം സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ്? അവനെ തന്നെ അറിയാത്തത് കൊണ്ടാണ്. ഇപ്പം ആരെങ്കിലും എന്നെ സ്തുതിക്കുക, എന്നോട് പറഞ്ഞു തരിക, നീ എങ്ങനെയാണ്, നീ അങ്ങനെ. നമ്മൾ ദൈവത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലേ? പ്രാർത്ഥനയിൽ പോലെ നീ നിത്യവാനാണ്, നീ കാരുണ്യവാനാണ്, നീ അതാണ്, ഇങ്ങനെയാണ്. ദൈവത്തിന് അറിഞ്ഞുകൂടാ, നമ്മൾ പറഞ്ഞെങ്കിലേ ബോധ്യപ്പെടുത്തുള്ളൂ. ഇതേ പരിപാടിയാണ് നമ്മളോടും കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയുന്ന കാര്യങ്ങൾക്ക് നാം വലിയ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ അർത്ഥം നമുക്ക് നമ്മെപ്പറ്റി
തന്നെ അറിഞ്ഞുകൂടാതെ. സ്വയത്തെ അറിയുന്നവൻ ഒരിക്കലും ഈ മുഖസ്തുതിയിൽ വീണുപോകുകയില്ല. അത് മാത്രമല്ല, അങ്ങനെ മുഖസ്തുതി കേൾക്കുന്നത് തന്നെ വളരെ അരോചകമാണ്, അസഹ്യമായ അവസ്ഥയാണത്. എന്നെ പലപ്പോഴും ഒക്കെ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഞാൻ എവിടെയെങ്കിലും ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴേ, നിങ്ങൾ പ്രസംഗിക്കുമ്പോഴൊക്കെ അത് കേൾക്കുമ്പോൾ എനിക്ക് സഹിച്ചുകൂടാ അവസ്ഥ. ഞാൻ പലരോടും പറയും, ദയവായിട്ട് ഒഴിവാക്കണമെന്ന് സമ്മതിക്കത്തില്ല. അവരത് പറഞ്ഞാൽ നിർത്തും. അപ്പൊ ഇതൊരു ഒരു രോഗമാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് നമുക്ക് നമ്മെപ്പറ്റിയുള്ള സത്യം അറിയുവാനോ ലോകത്തെ പറ്റിയുള്ള സത്യം അറിയുവാനോ ഉള്ള സ്വാതന്ത്ര്യവും ആന്തരികമായ ആരോഗ്യവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ ദുർഭാഗ്യത്തെ പറ്റിയാണ് മനസ്സിലാക്കാൻ നാം ശ്രമിച്ചു വരുന്നത്. നമുക്കറിയാം, ഇന്ന് ഭാരതത്തിൽ സത്യാനന്തര രാഷ്ട്രീയം, പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ്, നാം അഭിമാനത്തോടെ പറയുകയാണ്, മനുഷ്യൻ ഏറ്റവും അപകടം വരുന്ന കാര്യമാണത്. ഈ സത്യാനന്തര പൊളിറ്റിക്സിന്റെ, പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഓരോരുത്തരും അടിമകളാകും എന്നതാണ്. ദയവായി മനസ്സിലാക്കുക, ഇതിന്റെ അപകടം തിരിച്ചറിയുക. ഞാൻ രാഷ്ട്രീയമായ ക്ലാസ് എടുക്കാൻ വന്നവനല്ല, എങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അല്പമെങ്കിലും ബോധമുണ്ടാകേണ്ട അത്യാവശ്യം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംരക്ഷണമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വകയുണ്ടെങ്കിൽ അത് സത്യം മാത്രമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതിനു പകരം അസത്യത്തെ നമ്മുടെ ദൈവമായ അംഗീകരിച്ച് അതിൻ്റെ വ്യാകരണം, അതിൻ്റെ ഗ്രാമർ മാത്രം ആശ്രയിച്ച് സൃഷ്ടിച്ചു വെക്കുന്ന ഒരു രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റുന്ന ആത്മഹത്യാതുല്യമായ ഒരു അവസ്ഥയിലാണ് ഭാരതം ഇന്ന് ആകപ്പാടെ ആയിരിക്കുന്നത് എന്ന് ഞെട്ടലോടുകൂടി അല്ലാതെ എനിക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അതുകൂടെ ഞാൻ സൂചിപ്പിച്ച് നിർത്താൻ പോകുകയാണ്. ആസ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് കോഴ്സ്, പ്ലീസ് പ്രേ that a desire to be energized and empowered from within may be kindled within each one of us. A desire to be energized and kindled from within. അത് നമ്മൾ സംഭവിക്കട്ടെ. അല്ലെങ്കിൽ നാം ഈ പരാന്ന ജീവികളെ പോലെ, പാരസൈറ്റ്സ്, ലിവിങ് ലൈക്ക് പാരസൈറ്റ്സ്. അതിൻ്റെ ഉദാഹരണമാണ്, ഏറ്റവും മഹനീയമായ ഉദാഹരണമാണ് നിക്കോദീമോസ്. ഏറ്റവും മാന്യനാണ് അദ്ദേഹം. മതപരമായ മേഖലയിൽ നിക്കോദീമോസിനെ കഴിഞ്ഞ് വേറെ ആരുമില്ല. അവൻ പോലും സത്യത്തെ അംഗീകരിക്കാൻ കഴിയാതെ ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ കാണാൻ വരുന്ന രാത്രിയിലാണ്. അതാണ് അവന്റെ അവസ്ഥ. പരിതാപകരമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവനും ഈ മതമെന്ന് പറയുന്ന ഈ തിമിംഗലത്തെ ആശ്രയിച്ച് കഴിയുന്ന കൊച്ചു മീനാണ്. ഈ അവസ്ഥ, ദി സ്റ്റേറ്റ് ഓഫ് ഡിപ്പെൻഡൻസ് വിൽ reduce each one of us to mere cripples, paralytics. ഈ യാഥാർത്ഥ്യം, ഈ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമ്മെ വിടുവിക്കുന്ന, നമ്മെ യഥാർത്ഥത്തിൽ നാം ആക്കുന്ന സത്യത്തെ അംഗീകരിക്കുവാനും അന്വേഷിപ്പാനും നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാത്തവർ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അവർ അതിനോട് കണ്ണടച്ചു കളയും, അവരുടെ മനസ്സ് മൂടിക്കെട്ടും എന്നത് എൻ്റെ അഭിപ്രായം മാത്രമല്ല. ഞാൻ ഈ അടുത്തിടെ വായിച്ച ഒരു നോവൽ, അല്ലെ ഒരു വാചകം മാത്രം ഞാൻ വായിച്ചത്, BJ ജെയിംസിൻ്റെ ആൻറ്റി ക്ലോക്ക് എന്ന നോവലിൽ 121 പേജില് ഒരു 1-2 വാചകം ഞാൻ വായിച്ചിട്ട് നിർത്താൻ പോവുകയാണ്. ഇത് ഒരു അപ്പനും മകനും, അതായത് ശവപ്പെട്ടി പണിയുന്ന അപ്പനെ സഹായിക്കുന്ന മകനും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പൻ പള്ളിയിലൊന്നും പോകുന്ന ആളല്ല, മതപരമായ വലിയ തീക്ഷ്ണയൊന്നുമില്ല, പക്ഷെ ആത്മീയമായ വിവരമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, സത്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ? അവനോട് ചോദിക്കുക. അത് സത്യത്തെ സ്വീകരിക്കാൻ സമ്മതമുള്ളവർക്ക് മാത്രമേ വെളിപ്പെടൂ. സത്യം തന്നെ വെളിപ്പെടുത്തുന്നത് അത് സ്വീകരിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമായിരിക്കും. മുന്നമേ തന്നെ എതിർക്കാൻ ബലം പിടിച്ച് നിൽക്കണവർക്ക് സത്യം വെളിപ്പെടില്ല മോനെ. അവരുടെ താല്പര്യം സത്യത്തെ അറിയലല്ല, തങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വാദിക്കുകയാണ്. തങ്ങളാണ് ശരിയെന്ന് സ്വയം അഹങ്കരിക്കുന്നവരുടെ സത്യം എപ്പോഴും സത്യത്തിന്
ആയി നിൽക്കത്തെ ഉള്ള പിള്ളേ, സത്യം അവരുടെ മുന്നിൽ സ്വയം തുറക്കില്ലടാ. സത്യം അവരുടെ മുന്നിൽ സ്വയം വെളിപ്പെടുത്തില്ല, സ്വയം തുറക്കില്ലടാ. ഇത് ഒരു നോവലിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. ഇവിടെ ഞാൻ തൽക്കാലം നമ്മുടെ ഇന്നത്തെ അന്വേഷണം ഉപസംഹരിക്കുന്നു. ബാക്കിയുള്ള സമയം നമുക്ക് ചർച്ചയ്ക്കായി, ഡിസ്കഷനായി ഉപയോഗിക്കാം. ഇതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ സന്തോഷം, വാത്സല്യം അറിയിച്ചുകൊള്ളുന്നു.